range of T. What is range of T? Suppose V is a vector space, W another vector space, T is a transformation. Here there is a V. Its image is in T of V in W. അപ്പോൾ T of V ന്റെ കളക്ഷൻ ആണ് റേഞ്ച് അല്ലേ, range of T. അപ്പം so range of T is the set of all T of V such that V belong to capital V and it's a subset of W. Okay. അപ്പോൾ റേഞ്ച് ഓഫ് ടി നമ്മൾ എന്താണെന്ന് പറഞ്ഞു. റേഞ്ച് ഓഫ് ടി നമുക്കൊരു സബ്സെറ്റ് ആയിട്ട് എടുത്താൽ ടി ഓഫ് വി നമുക്കറിയാം. ടി ഓഫ് വി ഈസ് എ വി. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ടു മെട്രിസസ് എ ആൻഡ് ബി. സോ ദിസ് ഈസ് ആക്ച്വലി ദ സെറ്റ് ഓഫ് ഓൾ എ വി സച്ച് ദാറ്റ് എ വി ബിലോങ് ടു വി എന്ന് പറയാം. അപ്പോൾ എ ഇൻറ്റു വിൻ്റെ കളക്ഷനാണ്. എ ഇൻറ്റു വി ചെയ്ത് നമുക്ക് എവിടെയാണ് വരണേ? എ ഇൻറ്റു വി ചെയ്താൽ നമുക്ക് ഡബ്ല്യൂയിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് കോളം സ്പേസ് ഓഫ് എ എന്ന് പറയാം. കോളം സ്പേസ് ഓഫ് ദ മെട്രിക്സ് എ. കോളം സ്പേസ് ഓഫ് എയും റേഞ്ച് ഓഫ് ടിയും സെയിം ആണ്. നേരത്തെ പറഞ്ഞു കേർണൽ ഓഫ് ടിയും ഏതും സെയിം ആണ്, നൾ സ്പേസ് ഓഫ് എയും സെയിം ആണെന്ന് പറഞ്ഞ പോലെ റേഞ്ച് ഓഫ് ടിയും കോളം സ്പേസ്. ഓക്കെ. പിന്നെ അതിലൊരു പ്രോബ്ലം നോക്കാം. Find a basis for the range of T where T is from R5 to R4 where A is equal to നമ്മുടെ previous 1 2 0 1 minus 1 2 1 3 1 0 then minus 1 0 minus 2 0 1 then 0 0 0 2 8. So this is the A. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു റേഞ്ചിനൊരു ബേസിസ് കണ്ടുപിടിക്കണം. അതായത് എ ഇൻറ്റു എക്സ്. എ ഇൻറ്റു എക്സ് എന്ത് വരും? 1 2 0 1 minus 1 2 1 3 1 0 minus 1 0 2 0 1 0 0 0 2 8 that into എന്ത് വരും? x1 x2 x3 x4 x5 വരും. അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ സെറ്റ് ആയിരിക്കും നമുക്ക് റേഞ്ച് ഓഫ് ടി ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ആക്ച്വലി ബേസിസ് ഓഫ് ദി റേഞ്ചും കോളം സ്പേസും സെയിം ആയിട്ടാണ്. ഓക്കെ. കോളം സ്പേസും ബേസിസ് ഓഫ് ദ റേഞ്ച് സെയിം ആയിട്ട് വരും. അപ്പോൾ അതിനു വേണ്ടി വി ഹാവ് ടു റെഡ്യൂസ് ദിസ് മെട്രിക്സ്. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. 0 minus 3 3 minus 1 2 then 0 0 0 1 4 again 0 0 0 0 0. So this is the reduced form. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിസ് കണ്ടുപിടിക്കണമല്ലോ. ബേസിസ് എന്ന് വെച്ചാൽ എ ഈക്വൽ ടു നമ്മുടെ എ എക്സിൻ്റെ കളക്ഷനാണ് റേഞ്ച് സ്പേസിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കോളത്തിൻ്റെ കളക്ഷൻ ആണല്ലോ. അപ്പോൾ നോക്കിയേ, ഈ കോളം ഫസ്റ്റ് കോളം, ദിസ് ഈസ് സെക്കൻഡ് കോളം, ദിസ് ഈസ് തേർഡ് കോളം, ഫോർത്ത് കോളം, ഫിഫ്ത്ത് കോളം, 5 columns ആർ ദെയർ. ഫസ്റ്റ് വൺ നമുക്കറിയാം, ഫസ്റ്റ് ഇവിടെയാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് ഈസ് ദ നോൺ സീറോ എൻട്രി. ഇനി രണ്ടാമത്തെ റോയിലെ സീറോ എൻട്രി എന്ന് പറയുമ്പോൾ -3. ഓക്കെ. ദ ലീഡിങ് നോൺ സീറോ എൻട്രി ഇൻ റോ ഈസ് -3. തേർഡ് റോയിലെ ലീഡിങ് നോൺ സീറോ 1. അപ്പം അത് വന്നിട്ട് ഫോർത്ത് കോളത്തിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് C1 എന്ന് എഴുതാം. സെക്കൻഡ് കോളം C2. ദിസ് ബിലോങ് ടു C4. ഇനി നെക്സ്റ്റ് റോയിൽ ലീഡിങ് നോൺ സീറോ എൻട്രി ഇല്ല. ഓക്കെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയേ, C2 ആൻഡ് C3 നോക്കിയേ. ഈ രണ്ട് കോളംസ് എടുത്താൽ ഇത് രണ്ടും ആക്ച്വലി ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇത് രണ്ടും ഒരേപോലെ അല്ലേ, മൾട്ടിപ്പിൾസ് അല്ലേ? ഇത് മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും നമ്മൾ എടുക്കാതെ ഏതെങ്കിലും ഒന്ന് മാത്രം എടുക്കുന്നത്. Therefore, എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഫൈൻഡ് ദ ലീഡിങ് നോൺ സീറോ എൻട്രി ഇൻ ഈച്ച് റോ ആൻഡ് ഫൈൻഡ് വിച്ച് കോളം ദേ ബിലോങ്. ആ കോളംസ് ആയിരിക്കും, ദോസ് കോളംസ് ആർ ദ ബേസിസ് ഓഫ് ദി റേഞ്ച് ഓഫ് ടി. ബേസിസ് ഓഫ് റേഞ്ച് ഓഫ് ടി
ആക്ച്വലി ഇറ്റ് ഈസ് ദ കോളം സ്പേസ്. കോളം സ്പേസ് എന്ന ടോപ്പിക് നമുക്ക് വേറെ പഠിക്കാനില്ല, അതുകൊണ്ടാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബേസിസ് ഓഫ് ദി റേഞ്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോളം സ്പേസ് ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ യൂസിങ് ദിസ് മെത്തേഡ്. ആൻഡ് വിച്ച് ആർ ദ ബേസിസ് വെക്ടേഴ്സ് ഇൻ ദ ബേസിസ്? അതായത് 1 0 0 0 നമുക്ക് എഴുതിയാലും മതി. ഇനി കോളം 2 -3 0 0, then തേർഡ് കോളം ഇല്ല, ഫോർത്ത് കോളം 1 -1 1 0. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പിവറ്റ് എലമെന്റ്സ് വരുന്ന കോളംസ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റേഞ്ച് സ്പേസിന്റെ ബേസിസ്. 3 എലമെന്റ്സ് ആയിരിക്കും. അപ്പോൾ ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി എന്തായിരിക്കും? 3 എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് റേഞ്ച് സ്പേസിന്റെ റേഞ്ചിന്റെ നമ്മൾ ബേസിസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി. അപ്പം റാങ്ക് എന്താന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ നമ്മൾ റേഞ്ച് അല്ല റാങ്ക് ഓഫ് ടി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡയമെൻഷൻ. നമ്മൾ നേരത്തെ ഈ ബേസിസ് കണ്ടുപിടിച്ചല്ലോ, അതിൻ്റെ ഡയമെൻഷനെയാണ് നമ്മൾ റാങ്കും നള്ളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ദീസ് ആർ ഇൻഡിജർ നമ്പേഴ്സ് ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് ദി റേഞ്ച് ഓഫ് ടി.